മാനന്തവാടിയിൽ നിന്നുള്ള MLA ആയിട്ടുള്ള കേളുവിനെ മന്ത്രിയാക്കി. നോക്കൂ, നമ്മുടെ നാട്ടിൽ പട്ടികവർഗ സീറ്റുകൾ 2 ഒരു സീറ്റാണ് മാനന്തവാടി. എത്രമാത്രം നീചമായ ഒരു പാർട്ടിയാണ് CPIM എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേളുവിന്റെ ആ മന്ത്രിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രാധാന്യം. കേളുവിന് മന്ത്രിസ്ഥാനം കൊടുത്തു, പക്ഷേ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കേളുവിന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റി. നിങ്ങൾ ആലോചിച്ചു, ഒരു പട്ടികവർഗക്കാരിയെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി അവരോധിച്ച ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പട്ടികവർഗക്കാരനായ ഒരാളെ മന്ത്രിയാക്കിയിട്ട് അയാളുടെ പ്രധാന വകുപ്പുകളെല്ലാം എടുത്തു മാറ്റിക്കളഞ്ഞു. അതൊക്കെ MP രാജേഷനും വാസവനും. എന്താ ഇതിനർത്ഥം? നീതി നിഷേധമാണ് കേളുവിനോട് കാണിച്ചിരിക്കുന്നത്. പട്ടികവർഗക്കാരോടുള്ള അങ്ങേയറ്റത്തെ അവഹേളനമാണ് ഇതിൽ കണ്ടിരിക്കുന്നത്. കേരളത്തിലെ മണ്ണിന്റെ മക്കൾക്ക് തമ്പ്രാക്കന്മാർ വെച്ചു കൊടുക്കുന്ന ചെറിയ കാര്യങ്ങളെ ഉള്ളൂ. പട്ടികജാതി ക്ഷേമം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, ബാക്കി ദേവസ്വവും മറ്റ് വകുപ്പുകളെല്ലാം ഞങ്ങൾ തമ്പ്രാക്കന്മാരെ നോക്കിക്കൊള്ളാം. CPIMന്റെ അധസ്ഥിത ജനവിഭാഗങ്ങളോടുള്ള, അടിസ്ഥാന ജനവിഭാഗങ്ങളോടുള്ള ഒരു നയ സമീപനത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. കേളുവിന്റെ വകുപ്പ് എടുത്തു മാറ്റിയത് അനീതിയാണ്. രാധാകൃഷ്ണൻ കൈവശം വെച്ച എല്ലാ വകുപ്പുകളും കേളുവിന് തന്നെ കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ. എന്താ, കേളുവിന് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ? കേളു കേപ്പബിൾ അല്ലാത്ത ആളായിട്ടാണോ? കേളു ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്തിലുണ്ടായിരുന്നു, നല്ല അറിവുള്ള ആളാണ്. എന്താണ് സുപ്രധാനമായ 2 വകുപ്പുകൾ കേളുവിന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള കാരണം? ഭരണപരിചയം നോക്കിയിട്ടാണോ ഇപ്പോഴത്തെ മന്ത്രിമാർക്കെല്ലാം വകുപ്പ് കൊടുത്തത്? ഒരു കാശിന്റെ ഭരണപരിചയം ഉണ്ടായിട്ടാണോ മരുമകന് പൊതുമരാമത്ത് വകുപ്പും ടൂറിസവും കൊടുത്തത്? ഇതിന് മറുപടി നിങ്ങൾ പറയണം മുഖ്യമന്ത്രി. ഭരണപരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണോ കേളുവിന് സുപ്രധാനമായ 2 വകുപ്പുകൾ ഒഴിവാക്കിയത്? അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഒഴിച്ച് വേറെ ഏതാണ് പുതിയ മന്ത്രി ഉള്ളത്, പഴയ മന്ത്രി ഉള്ളത്? ടൂറിസം വകുപ്പും പിന്നെ പൊതുമരാമത്ത് വകുപ്പും മരുമാൻ എന്താ കൊടുത്തത്? സുപ്രധാനമായ വകുപ്പുകളെല്ലാം പുതിയ ആൾക്കാർക്ക് ആദ്യ നിയോഗത്തിൽ തന്നെ കൊടുത്തല്ലോ. എന്തുകൊണ്ടാണ് കേളുവിന്റെ വകുപ്പുകൾ എടുത്തു മാറ്റിയത്? ദേവസ്വം വകുപ്പ് ഭരിക്കാൻ കേളുവിന് എന്തെങ്കിലും അയോഗ്യതയുണ്ടോ? MP രാജേഷിന് കൊടുത്ത വകുപ്പ് ഭരിക്കുന്നതിൽ കേളുവിന് എന്തെങ്കിലും അയോഗ്യതയുണ്ടോ? അത് CPIM നടത്തുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോടുള്ള CPIMന്റെ തമ്പ്രാൻ നയത്തിന്റെ ഏറ്റവും വലിയ ഒടുവിലത്തെ ഉദാഹരണമാണ്. ഇപ്പൊ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ട്രൈബൽ ബൂത്തുകൾ നോക്കണം. കേരളത്തിലെ പട്ടികവർഗ ബൂത്തുകളിൽ, പട്ടികജാതി ആളുകൾ താമസിക്കുന്ന ബൂത്തുകളിൽ ഉണ്ടായിട്ടുള്ള വ്യതിയാനം നിങ്ങൾ പരിശോധിക്കണം. CPIM ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നത് എന്താണ്? പ്രതികാര നടപടിയാണോ? പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും, ഈഴവര് മാത്രമല്ല, അതിപിന്നോക്കക്കാരും ഒക്കെ പാർട്ടിയുടെ കൈവിട്ട് അവര് BJPയിലേക്ക് വന്നിരിക്കുന്നു. അത് പട്ടികവർഗക്കാരുടെ പിന്തുണ നഷ്ടപ്പെടുന്നത് കൊണ്ട് കേളുവിനൊരു പണി കൊടുത്തതാണോ? അതല്ല, ഒരു പട്ടികവർഗക്കാരനായതുകൊണ്ട് നീ ഇത്രയൊക്കെ മതി എന്ന് അവരോട് പറഞ്ഞതാണോ? ഈ കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. കേളുവ് ഇത്രയും കഴിവുള്ള ഒരാള്, വിദ്യാഭ്യാസമുള്ള ഒരാള്, അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റിയത്? ഈ കാര്യത്തിലുള്ള വിശദീകരണം മുഖ്യമന്ത്രിയോ പാർട്ടിയോ ജനങ്ങളോട് നൽകണം, പ്രത്യേകിച്ച് അടിസ്ഥാന ജനവിഭാഗം. പിന്നെന്താ, കേളുവിന് എന്താണ് അയോഗ്യത? കേളുവിന് എന്തുകൊണ്ടാണ് ഒരു വകുപ്പ് മാത്രം കൊടുത്തത്? പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ എന്തുകൊണ്ട് കേളുവിന് കയ്യിൽ നിന്ന് എടുത്തു മാറ്റി? എന്താണ് മറ്റുള്ളവരിൽ നിന്ന് കേളുവിനുള്ള അയോഗ്യത? എന്താണ് പ്രതിപക്ഷം അതിനെ കുറിച്ച് മിണ്ടാത്തത്? പ്രതിപക്ഷത്തിന് എന്താണ് അതിനെ പറ്റി ഒന്നും പറയാനില്ലാത്തത്? യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് പൊതുമരാമത്ത് വകുപ്പൊക്കെയാണ് മാറ്റേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ റോഡ്, അതാ ഞാൻ പറഞ്ഞത്, മരുമകൻ എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് സുപ്രധാനമായ 2 വകുപ്പുകൾ കൊടുത്തത്? കോളമാക്കിയില്ലേ രണ്ടും? റോഡും അതുപോലെ ദേശീയപാത വികസനവും റോഡ് വികസനവും പാലം വികസനവും എല്ലാം ആ മനുഷ്യൻ കൊളാക്കി. ടൂറിസത്തിന് ഒരു പ്രയോജനവും നമ്മുടെ നാട്ടിലില്ല. ഇത്രയും നല്ല അവസരം ഉണ്ടായിട്ട് അദ്ദേഹത്തിന് വകുപ്പ് കൊടുത്തിരിക്കുന്നത്.
കേളുവിന്റെ അയോഗ്യത CPM പറയണം എന്താണ് ഈ 2 വകുപ്പുകൾ എന്തിനടുത്ത്. ഒരു കാര്യം ഇപ്പം പറഞ്ഞല്ലോ രാധാകൃഷ്ണൻ, കോളനി എന്നുള്ള പേര് മാറ്റണം. ഇതൊക്കെ വെറും ചപ്പടാച്ചി വർത്തമാനങ്ങളാണ്, ആളുകളെ വിഡ്ഢികളാക്കുന്നതിനുള്ള വർത്തമാനങ്ങളാണ്. കോളനി എന്നുള്ള പേര് മാറ്റണം എന്ന് പറഞ്ഞ് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പാണ് പട്ടികവർഗ കോളനി, പട്ടികവർഗജാതി കോളനി എന്നൊക്കെയുള്ള പേര് മാറ്റം എന്ന് പറഞ്ഞ് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പാണ് പട്ടികവർഗക്കാരനായ ഒരു വകുപ്പ് മന്ത്രിയോട് ഈ അധിക്ഷേപവും അവമാനവും മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയില്ല. അതൊക്കെ ഒരു പത്രത്തിൽ വാർത്ത വരാൻ വേണ്ടിയിട്ടുള്ള വെറും ചപ്പടാച്ച് വർത്തമാനങ്ങളാണ്. ഇനി കോളനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സർക്കാർ വന്നിട്ട് എന്താണ് ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കോളനികളുടെ അവസ്ഥ എന്നെങ്കിലും ഒന്ന് പിന്നെ ഒരു വർത്തമാനം പറഞ്ഞിട്ട് വേണമായിരുന്നു നിയമസഭയിൽ ഇത് പറയാൻ. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ശരിയായി കേരളത്തിലെ അടിസ്ഥാന പിന്നോക്ക ജനവിഭാഗങ്ങൾ ചിന്തിക്കണം എന്നാണ് BJP പറയുന്നത്.